നമസ്കാരം. എല്ലാവർക്കും ഇന്ന് ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ജർമ്മനി സ്റ്റുഡന്റ് വിസ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ദ കംപ്ലീറ്റ് ഗൈഡ്. എനിക്ക് ദിവസവും ലഭിക്കുന്ന ചില ചോദ്യങ്ങൾ: സാർ, അഡ്മിഷൻ കിട്ടി, ഇനി എന്താണ് ചെയ്യേണ്ടത്? സാർ, APS കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? സാർ, ബ്ലോക്ക്ഡ് അക്കൗണ്ട് എപ്പോഴാണ് തുറക്കേണ്ടത്? സാർ, വിസ ഇന്റർവ്യൂ ഉണ്ടാകുമോ? സാർ, വിസ ഇന്റർവ്യൂ കഴിഞ്ഞു, ഇതുവരെ അവരൊരു റിപ്ലൈ എനിക്ക് തന്നില്ല. അല്ലെങ്കിൽ വിസ റിജക്ഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞാനൊരു 5 വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനി സ്റ്റുഡന്റ് വിസ പ്രോസസ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കും. സോ മൈ നെയിം ഈസ് സച്ചിൻ. ഞാൻ വർഷങ്ങളായി ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഡോയ്ച്ച് മിറ്റ് സച്ചിൻ ആൻഡ് നെക്സാലൻ.org, ഇത് രണ്ടിന്റെയും ഫൗണ്ടറുമാണ്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്: പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കും, പക്ഷെ വിസ പ്രോസസ് മനസ്സിലാകാത്തതിനാൽ അവർ പാനിക് ആകുന്ന സിറ്റുവേഷനാണ്. ചിലർ കൺസൾട്ടൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, ചിലർ യൂട്യൂബ് വീഡിയോസ് കണ്ട് കൺഫ്യൂസ്ഡ് ആകുന്നു. അതുകൊണ്ട് ഇന്നത്തെ ലൈവ് ഇന്ന് ഞാൻ ജർമ്മനി സ്റ്റുഡന്റ് വിസ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ ഇന്ന് ലൈവ് കാണുന്നവരിൽ എത്ര പേര് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, സ്റ്റുഡിയം കോളേജ് എന്നിവയ്ക്കാണ് പോകുന്നത് അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് കമന്റ് സെക്ഷനിലേക്ക് ഒന്ന് പറഞ്ഞേക്കും. കാരണം നിങ്ങൾക്കായിട്ടുള്ള ഇന്നത്തെ എൻ്റെ ഫ്രീ ബി ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം: ജർമ്മനി സ്റ്റുഡന്റ് വിസ പ്രോസസ്സ് എന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല. ഇതൊരു ജേർണിയാണ്, ഒരു പ്രോസസ്സാണ്, ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. അതിൽ ഓരോ ഘട്ടവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഡോക്യുമെന്റ് മിസ് ചെയ്താലും ഡിലേ ഉണ്ടാക്കാം. അതിനാൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1: ചെക്ക് യുവർ എലിജിബിലിറ്റി. ആദ്യം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എനിക്ക് ജർമ്മനിയിൽ പഠിക്കാൻ എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, പെർസെൻറ്റേജ്, കോഴ്സ് ബാക്ക്ഗ്രൗണ്ട്, ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഇവയെല്ലാം പരിശോധിക്കണം. ഒരു വിദ്യാർത്ഥിക്ക് ജർമ്മനിക്ക് പോകണമെന്ന ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി എന്നില്ല. എലിജിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമ്പിളുകൾ പറയാം. എനിക്കൊരു സ്റ്റുഡന്റിനെ അറിയാം. ആ സ്റ്റുഡന്റ് BCom കഴിഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ജർമ്മനിയിൽ ഡാറ്റ സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ചില യൂണിവേഴ്സിറ്റികൾ അക്സെപ്റ്റ് ചെയ്യും, എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ അക്സെപ്റ്റ് ചെയ്യില്ല. സോ കാരണം വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് BCom ആണ്. അതുകൊണ്ട് തന്നെ അതിനാൽ എലിജിബിലിറ്റി എന്നത് ആദ്യമേ നമ്മൾ ഷുവർ ആയിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 2: ചൂസ് യുവർ കോഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി. രണ്ടാമത്തെ സ്റ്റെപ്പ്: കോഴ്സ് തിരഞ്ഞെടുക്കുക, യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുക. ഇവിടെയാണ് പല വിദ്യാർത്ഥികളും മിസ്റ്റേക്ക് ചെയ്യുന്നത്. അവർ കോഴ്സ് നോക്കാതെ കൺട്രി നോക്കുന്നു. ആദ്യം ചോദിക്കേണ്ടത് എനിക്ക് എന്ത് പഠിക്കണം എന്നുള്ളതാണ്. എൻ്റെ കരിയർ ഗോൾ എന്താണ്? എൻ്റെ ബഡ്ജറ്റ് എത്രയാണ്? പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ ഞാൻ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവയെല്ലാം അനലൈസ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇനി പ്രൈവറ്റ് എന്താണ്, പബ്ലിക് യൂണിവേഴ്സിറ്റി എന്താണെന്ന് അറിയില്ലെങ്കിൽ എൻ്റെ ഈ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രീം കോഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ, സോ ഫോർ എക്സാമ്പിൾ MBA, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ്, ജസ്റ്റ് റൈറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. സോ ദർ വിൽ ബി സംതിങ് ഫോർ യു. സോ സ്റ്റെപ്പ് നമ്പർ 3: ലാംഗ്വേജ് റിക്വയർമെന്റ്സ്. ഇപ്പോൾ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഇവിടെ വലിയൊരു മിത്തുണ്ട്. ജർമ്മനിക്ക് പോകാൻ ജർമ്മൻ അറിയണം. അതെല്ലായ്പ്പോഴും ശരിയല്ല. പല പ്രോഗ്രാംസും ഇംഗ്ലീഷ് ടോട്ടാണ്, ചില പ്രോഗ്രാംസ് ജർമ്മൻ ടോട്ടാണ്. ചില യൂണിവേഴ്സിറ്റികൾ IELTS ചോദിക്കും, ചില യൂണിവേഴ്സിറ്റി TOEFL ചോദിക്കും, ചില പ്രോഗ്രാംസ് ജർമ്മൻ പ്രൊഫിഷ്യൻസി ചോദിക്കും. അതുകൊണ്ട് പ്രോഗ്രാം റിക്വയർമെന്റ്സ് വളരെയധികം ശ്രദ്ധിക്കണം. അത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അത് കിട്ടും. ഇനി സ്റ്റെപ്പ് നമ്പർ 4: അപ്ലൈ ടു യൂണിവേഴ്സിറ്റീസ്. അടുത്ത ഘട്ടം ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ ഡോക്യുമെന്റ്സ് തയ്യാറാക്കും. അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സ്, സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട്, CV, മോട്ടിവേഷൻ ലെറ്റർ, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്സ് ഇവ അപ്ലോഡ് ചെയ്യും. പിന്നീട് അഡ്മിഷൻ ഡിസിഷൻ വരും. ഇതാണ് എക്സൈറ്റിംഗ് സ്റ്റേജ്. പക്ഷെ ഇവിടെ പേഷ്യൻസ് വേണം. റീസെന്റ് ആയിട്ട് എനിക്ക് ഒരു സ്റ്റുഡന്റ് അഡ്മിഷൻ അപ്ലൈ ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞ് പാനിക്കായി. സാർ, എനിക്ക് റിപ്ലൈ വന്നില്ല,
ഞാൻ പറഞ്ഞു ജർമ്മനിയിലെ പ്രോസസ്സിന് ടൈം എടുക്കും. വി നീഡ് പേഷ്യൻസ്, ടൈം എടുക്കും. സോ ചെറിയൊരു മൈന്യൂട്ട് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർ പ്രോസസ്സിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ നമ്മളിടുന്ന റീസൺസ് ചോദിക്കും. സോ വി ഹാവ് ടു ആഡ് അപ്പ് അവർ ഡോക്യുമെന്റ്സ്. ഓക്കെ, ബട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ആ സ്റ്റുഡന്റ് അഡ്മിഷൻ ലെറ്റർ വന്നു. സോ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ സീക്രട്ട് ആണ്, യു മസ്റ്റ് ഹാവ് പേഷ്യൻസ് ഇഫ് യു വാണ്ട് ടു കം ടു ജർമ്മനി. സ്റ്റെപ്പ് നമ്പർ 5, APS സർട്ടിഫിക്കറ്റ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് APS എന്നത്. ഇവർ പ്രധാനമായിട്ട് ചെയ്യുന്നത് അക്കാഡമിക് ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്നു. ഇതില്ലാതെ സ്റ്റുഡന്റ് വിസ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ APS വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 5, ഇമ്പോർട്ടൻറ്റ് തിങ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രൂഫ് ജർമ്മനി ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ പ്രൂഫ് ആയിരിക്കത്തില്ല ഈ വർഷത്ത് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ജർമ്മനിയിൽ ജീവിക്കാൻ ആവശ്യമായ ഫിനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടോ അത് തെളിയിക്കുന്ന ഒരു പ്രധാന മാർഗമാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഇത് നിങ്ങളുടെ സേഫ്റ്റിക്കും ജർമ്മനിയുടെ സേഫ്റ്റിക്കും വേണ്ടിയാണ്. സോ 1 ഇയറിലേക്കുള്ളതാണ് നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിക്കേണ്ടത്. ഓൾമോസ്റ്റ് 12 ലാഖിന് അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അത് ബേസ്ഡ് ഓൺ ഒരു ക്രൈറ്റീരിയ ആണ്, 2005 അല്ല 2026. സോ ദ സ്റ്റെപ്പ് നമ്പർ 7, ഹെൽത്ത് ഇൻഷുറൻസ്. ജർമ്മനിയിലെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇൻഷുറൻസ് ഇല്ലാതെ പല പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പല സ്റ്റുഡൻസ് ഈ സ്റ്റെപ്പ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജർമ്മനിയിൽ ഇൻഷുറൻസ് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 8, ബുക്ക് യുവർ വിസ അപ്പോയിന്റ്മെന്റ്. ഇപ്പോൾ വിസ അപ്പോയിന്റ്മെന്റ് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില സമയങ്ങൾ കിട്ടാനായിട്ട്. സോ യു ഷുഡ് ഹാവ് എ ഡയറക്റ്റ് ഓർ എ ജെനുവിൻ കോൺടാക്ട് ടു ഗെറ്റ് എ വിസ അപ്പോയിന്റ്മെന്റ്. നമ്മൾ സാധാരണ VFS വഴിയാണ് അപ്ലൈ ചെയ്യാറ്. ഒരു ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്, അഡ്മിഷൻ ലെറ്റർ, APS, ഫിനാൻഷ്യൽ പ്രൂഫ്, ഇൻഷുറൻസ്, ആപ്ലിക്കേഷൻ ഫോം, ഫോട്ടോഗ്രാഫ്സ്, അക്കാഡമിക് ഡോക്യുമെന്റ്സ് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് തയ്യാറാക്കും. ഇഫ് യു നീഡ് എനി ഹെൽപ്പ് യു ക്യാൻ ടെക്സ്റ്റ് മീ റിഗാർഡിംഗ് ടേക്കിംഗ് സ്ലോട്ട്സ് ഇൻ ദ VFS or documentation. I have a complete team with me. സോ ഇവിടെ ആരൊക്കെയാണ് ഓൾറെഡി APSന് അപ്ലൈ ചെയ്യുന്നത്? ഒന്ന് APS ഡൺ എന്ന് കമന്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 9, വിസ ഇന്റർവ്യൂ. ചില സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇന്റർവ്യൂ ആണിത്. പക്ഷെ ഇന്റർവ്യൂ ഒരു എക്സാമിനേഷൻ അല്ല. അവർ അറിയാൻ ശ്രമിക്കുന്നത് വൈ ജർമ്മനി, വൈ ദിസ് കോഴ്സ്, ഹൗ വിൽ യു ഫിനാൻസ് യുവർ സ്റ്റഡീസ്, വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്. സോ അവർ നിങ്ങളുടെ സ്റ്റോറി മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഹോണസ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. So there are a few common questions, why this university, why not study in India, why this course, who is sponsoring you, ജർമ്മനിയിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇവയ്ക്ക് ക്ലിയർ ആൻസേഴ്സ് തയ്യാറാണ്. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 10, വെയിറ്റ് ഫോർ ദ വിസ ഡിസിഷൻ. ഇപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടൊരു സ്റ്റേജ് ആണ് ടെൻഷൻ പീരീഡ്, വെയിറ്റിംഗ്. എല്ലാ ദിവസവും ഇമെയിൽ ചെക്ക് ചെയ്യും, ഫോൺ ചെക്ക് ചെയ്യും, സ്ട്രെസ് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു പേഷ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് അത്യാവശ്യമാണ്. സോ ഇറ്റ് ടേക്സ് ടൈം. അതേപോലെ തന്നെ ഇഫ് ദ നീഡ് എനി ക്ലാരിഫിക്കേഷൻസ് ദേ വിൽ ടെക്സ്റ്റ് യു, ദേ വിൽ കോൾ യു, ഇവൻ ദേ മെയിൽ യു. ജർമ്മൻ പ്രോസസ്സ് എപ്പോഴും ടൈം എടുക്കും. സോ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് സം ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ്. മിസ്റ്റേക്ക് നമ്പർ 1, ലാസ്റ്റ് മിനിറ്റ് ഡോക്യുമെന്റേഷൻ. മിസ്റ്റേക്ക് നമ്പർ 2, കോഴ്സ് അറിയാതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് നമ്പർ 3, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ക്ലിയർ അല്ലാത്തത്. ആൻഡ് മിസ്റ്റേക്ക് നമ്പർ 4, ഫേക്ക് ഇൻഫർമേഷൻ നൽകുന്നത്. ആൻഡ് ദ മിസ്റ്റേക്ക് നമ്പർ 5, പാനിക് ആയിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, മിസ്റ്റേക്ക് നമ്പർ 6, നെവർ കോപ്പി യുവർ മോട്ടിവേഷൻ ലെറ്റർ ഫ്രം എനിബഡി, റൈറ്റ് ഇറ്റ് യുവർ ഓൺ. സോ ഞാൻ നേരത്തെ ഒരു ഫൈനൽ സമ്മറി ആയിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു 10 സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തുടക്കം എലിജിബിലിറ്റി ചെക്ക് മുതൽ വിസ ഡിസിഷൻ വരെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ചിഹ്നം നിങ്ങൾക്ക് ഇടാം. ഈ ലൈവ് ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് ദയവ് ഇത് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സേഫ് ഹോം ജർമ്മനിയിൽ എല്ലാ ദിവസവും ജർമ്മനിയെ കുറിച്ചുള്ള പുതിയ വിഷയങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. രാത്രി 10 മണിക്കാണ് നമ്മുടെ ലൈവ് സെക്ഷൻ എല്ലാ ദിവസവും ഉണ്ടാകും. ഓക്കെ, ഞായറാഴ്ച ദിവസം ഒഴികെ. നമ്മുടെ നാളത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ ജർമ്മനിയാണ്. ഒരു വിദ്യാർത്ഥിക്ക് മാസത്തിൽ എത്ര പണം അല്ലെങ്കിൽ ജർമ്മനിയിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. സോ ഐ എം സജിൻ, ദ ഫൗണ്ടർ ഓഫ് Deutsch mit Sachin and Texalen.org. ആർക്കെങ്കിലും ജർമ്മനി പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുണ്ടെങ്കിൽ Deutsch mit Sachin ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. വി വിൽ ടേക്ക് കെയർ ഓഫ് യു.
ഓക്കെ, DM me ഇഫ് യു നീഡ് ജർമ്മൻ ക്ലാസ്സസ്. ഓഫ് ഇഡ് സെയിം ആൻഡ് ചൂസ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.